അല്ല, എം എം മണിയിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത് എം എം മണിയുടെ മാത്രം അഭിപ്രായമാണോ അതോ സി പി എമ്മിൻ്റെ പൊതുവിലുള്ള അഭിപ്രായമാണോ എന്ന് സി പി എം ആണ് പറയേണ്ടത്. എന്തായാലും ഈ ഉള്ളിലിരിപ്പ് പുറത്തു വന്നു. നമ്മളൊരു സിനിമയ്ക്കകത്ത് സുരാജ് പഞ്ഞാറുമോട് പറയുമല്ലോ, എത്രയൊക്കെ മാന്യനായിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചാലും അവസാനം ഉള്ളിലെ ഫ്രോഡ് തള്ളി പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെ സി പി എം നേതാക്കളുടെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നു എന്നുള്ളതേ ഉള്ളൂ. സി പി എം എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനാധിപത്യ മര്യാദകളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് അക്രമം അഴിച്ചുവിടുന്ന രീതിയുണ്ട്. ഞാൻ മലബാറിൽ കണ്ണൂരിൽ ജനിച്ചുകൊള്ളുന്ന ഒരാളാണ്. പല സ്ഥലങ്ങളിലും നോമിനേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾക്ക് ഏജന്റുമാർക്ക് ബൂത്തിലിരിക്കാനോ പോലും അനുവദിക്കാത്ത സാഹചര്യം കണ്ണൂരിൻ്റെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് പല ഗ്രാമങ്ങളിലും ഇന്നും നിലവിലുണ്ട്. ഇത് ഒരു ജനാധിപത്യ സംവിധാനമാണെന്ന് ആണെങ്കിൽ കൂടിയും ആ ജനാധിപത്യ മര്യാദകൾ ഒന്നും പാലിക്കാത്ത ഒരു പാർട്ടിയാണ്, ഫാസിസ്റ്റ് സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. അപ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇത് സി പി എം അക്രമ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതെല്ലാ കാലത്തും സി പി എം അവലംബിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, സി പി എം ഏത് വിധേനയും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനെയൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് സി പി എമ്മിനെ അതുപോലെ തന്നെ ഈ സർക്കാരിനെയും വെറുത്തു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്, എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. ഇനി മുഖ്യമന്ത്രിക്ക് കാവൽ മുഖ്യമന്ത്രിയായി കുറച്ചു കാലം തുടരാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, യു ഡി എഫ് പ്രവർത്തകർ എല്ലാവരും ആഗ്രഹിച്ച അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വിജയമാണ്. തീർച്ചയായിട്ടും ആ വിജയത്തിൽ അതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ, പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിനകത്ത് ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമുക്ക് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ പ്രാദേശികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അതിൻ്റെ പിന്നിലാരാണ് മുമ്പിലാരാണെന്നൊക്കെ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പാർട്ടി ആലോചിച്ച് നടപടിയെടുക്കും. പിന്നെ പാർട്ടി പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമൊക്കെ പാർട്ടിയുടെ അച്ചടക്കവും പാർട്ടിയുടെ പാർട്ടിയുടെ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. ജില്ലാ അധ്യക്ഷനാണ് ഇത്തരം ഒരു, ഞാൻ പറഞ്ഞല്ലോ, ആര് തന്നെ ആയാലും പാർട്ടിക്ക് നമ്മൾ സംഘടനയുടേതായിട്ടുള്ള പ്രവർത്തന രീതിയും സംഘടനയുടേതായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ട്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കാനും അതിനകത്തൊക്കെ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ഒക്കെ പാർട്ടിക്ക് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ അനുസരിച്ചിട്ടാണ് പോകേണ്ടത്. അതൊന്നും നമുക്ക് പരസ്യമായിട്ടോ അല്ലെങ്കിൽ പൊതു മധ്യത്തിലേക്കൊന്നും ചർച്ചയ്ക്കിടേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ പാർട്ടി കൃത്യമായിട്ട് ആലോചിച്ച് അതിനകത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. എനിക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ചുമതലയായിരുന്നു നൽകിയിരുന്നത്. പാർട്ടി നേരത്തെ തന്നെ മിഷൻ 25 എന്ന പേരിൽ ഒരു പ്രവർത്തന രേഖ തയ്യാറാക്കി ഓരോ കോർപ്പറേഷനുകളുടെ ചുമതല ഓരോ നേതാക്കൾക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളുമൊക്കെ തിരിച്ച് ചുമതലകൾ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ചുമതലയായിരുന്നു പാർട്ടി എന്നെ ഏൽപ്പിച്ചിരുന്നത്. എന്തായാലും കോർപ്പറേഷനിൽ വലിയ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവിടെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ നമുക്കറിയാം, നേരത്തെ അവിടെ BJPയുടെ ഒരു വിജയം പാർലമെൻറ്റിലേക്കുണ്ടായി. അതേ തുടർന്ന് വലിയ തോതിലുള്ള അവകാശവാദങ്ങളൊക്കെ BJP ഉന്നയിച്ചിരുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിക്കുമെന്നൊക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ തൃശ്ശൂരിലെ ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിന്നു, UDFനോടൊപ്പം നിന്നു. അവിടെ എല്ലാ വിഭാഗം ആളുകളും, ഞാൻ അതിനകത്ത് ജാതീയമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. തൃശ്ശൂരിൽ എല്ലാ വിഭാഗം ആളുകളും കോൺഗ്രസിനോടൊപ്പം UDFനോടൊപ്പം ഉറച്ചു നിന്നതിൻ്റെ ഫലമായിട്ടാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ അവിടെ BJPയുടെ ഒരു പാർലമെൻറ്റ് അംഗത്തെ അവിടെ തൃശ്ശൂരുകാർ ജയിപ്പിച്ചു. ആ പാർലമെൻറ്റ് അംഗം എന്താണ് തൃശ്ശൂരിന് വേണ്ടി ചെയ്തത് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ പ്രവർത്തനവുമൊക്കെ തൃശ്ശൂരിലെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. തൃശ്ശൂരിൽ ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ വിജയം താൽക്കാലികമായിട്ടുണ്ടായ ഒരു വിജയം മാത്രമാണെന്നും അതിനകത്ത് പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ ആരോപണങ്ങൾ വളരെ കൃത്യമായി പല തെളിവുകളും പുറത്തു വന്നിട്ടുള്ളതാണ്. അതൊക്കെ ഒന്നുകൂടി അടിവരയിടുന്ന ഒരു റിസൾട്ടാണിത്. തൃശ്ശൂരിലെ ജനങ്ങൾ ഒരുപക്ഷെ അവർക്ക് സംഭവിച്ച ഒരു അബദ്ധം അത് തിരുത്താൻ വേണ്ടി കൂടി ഈ അവസരം വിനിയോഗിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി, ഞാൻ പറഞ്ഞല്ലോ, അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച ഒരു സ്ഥലമായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ. തൃശ്ശൂർ കോർപ്പറേഷനിൽ അവർ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ അവർക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അവർക്ക് ഇപ്പോൾ കൃത്യമായി വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്ന അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും
നേരത്തെ വിജയിച്ചിരുന്ന പല സ്ഥലങ്ങളിൽ പോലും അവർക്ക് പരാജയം സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ബി ജെ പിയുടെ പ്രവർത്തനത്തെയും അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമൊക്കെ തൃശ്ശൂരിലെ ജനങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.